ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും ഒടുവിലത്തെയും ഏറ്റവും വലിയതുമായ വിമാനാപകടം സംഭവിച്ചത് ഇപ്പോൾ ഗുജറാത്തിലെ എയർ ഇന്ത്യ അപകടത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോഴിതാ ഇന്ത്യയിലെ ഒരു വിഭാഗം എയർക്രാഫ്റ്റ് എഞ്ചിനീയർമാർ, സംരംഭകർ, അവർ ഈ വിമാനാപകടങ്ങൾ എങ്ങനെ തടയാം എന്നൊരു ആശയത്തെ തങ്ങളുടെ ഒരു പ്രൊജക്റ്റായി മാറ്റിയിരിക്കുകയാണ്. പ്രൊജക്ട് റീബർത്ത്. ഇത് യാഥാർത്ഥ്യമായാൽ ഓരോ വർഷവും 100 കണക്കിന് ജീവനുകളാകും അപകടങ്ങളിൽ നിന്നും ഈ സംവിധാനം സംരക്ഷിക്കുക. ഈ പദ്ധതിയിൽ കാറുകൾ ഉപയോഗിക്കുന്നവയുള്ള എയർ ബാഗുകളാണ് എന്നാണ് രസകരം. അപകടം മുൻകൂട്ടി അറിയാൻ സെൻസറുകൾ ഉണ്ടാകും, AI സോഫ്റ്റ്വെയറുകൾ ഉണ്ടാകും, ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയ സംവിധാനങ്ങൾ. അപകട സാധ്യത മുന്നിൽ കണ്ടാൽ തന്നെ വിമാനത്തിന്റെ മുൻഭാഗത്ത് നടുവിലും പുറകിലുമൊക്കെയുള്ള എയർ ബാഗുകൾ പ്രവർത്തന സജ്ജമാക്കും. ഇവ ഒരു വലിയൊരു സംരക്ഷണ വലയമാകും വിമാനത്തിന് ചുറ്റി തീർക്കുക. ആകാശത്ത് വെച്ച് വിമാനം എത്ര വേഗത്തിലാണ് പോകുന്നതെങ്കിലും അപ്രതീക്ഷിതമായ ലാൻഡിംഗിൽ അല്ലെങ്കിൽ കൂപ്പുകുത്തലിൽ പൊട്ടിത്തെറിയോ മറ്റുമുണ്ടാകില്ല എന്ന് AI നിയന്ത്രിക്കുന്ന ഈ എയർ ബാഗുകൾ ഉറപ്പുവരുത്തും. അതുകൊണ്ട് തന്നെ അപകടകരമായ ലാൻഡിംഗ് ആണെങ്കിൽ കൂടി വലിയ തോതിലുള്ള നാശം അത് കുറയ്ക്കും. മാത്രമല്ല യാത്രക്കാരുടെയും വിമാന ജീവനക്കാരുടെയും ജീവന് സംരക്ഷണം നൽകുകയും ചെയ്യും എന്നാണ് പ്രത്യേകത. ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ വലിയ അളവിലുള്ള ആഘാതങ്ങൾ താങ്ങാവുന്ന എയർ ബാഗ് സംവിധാനമാകും ഉണ്ടാകേണ്ടത്. വിചിത്രമായ ഒരു ആശയം എന്ന് കരുതി തള്ളിക്കളയാമെങ്കിലും സംഗതി സത്യമാണ്. ആദ്യത്തെ AI സാങ്കേതിക വിദ്യയോട് കൂടിയ അപകട പ്രതിരോധ സിസ്റ്റം എന്നാണ് ജെയിംസ് ഡൈസൺ അവാർഡ് വെബ്സൈറ്റിൽ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തങ്ങൾക്ക് നൽകാറുള്ള ജെയിംസ് ഡൈസൺ അവാർഡിൽ ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങനെ പ്രൊജക്ട് റീബർത്ത്. ഇന്ത്യക്കാർക്ക് ഒരു അഭിമാന നേട്ടമാണ്. അങ്ങനെ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസസിലെ ദുബായ് ക്യാമ്പസിൽ എഞ്ചിനീയർമാരായ ഈഷൽ വാസിമും ദർശൻ ശ്രീനിവാസനുമാണ് ഇതിന്റെ പിന്നിൽ. അഹമ്മദാബാദിലെ അപകടത്തിന് ശേഷം തന്റെ അമ്മ ഉറങ്ങിയിട്ടില്ല എന്നാണ് ദർശൻ ശ്രീനിവാസൻ പറയുന്നത്. രക്ഷപ്പെടാൻ ഒരു വഴിയും ഇല്ല എന്ന് അറിയുമ്പോൾ യാത്രക്കാർക്കുണ്ടാകുന്ന അതേ വികാരമാണ് കുറെ കാലം തന്റെ അമ്മയ്ക്കുണ്ടായിരുന്നതെന്നും ദർശൻ പറയുന്നു. ഒരുതരം നിസ്സഹായ അവസ്ഥ. ഇതാണ് ഭാവിയിൽ ഒരു വിമാന അപകടം ഒഴിവാക്കാനുള്ള ഒരു ആശയത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും ആ ആശയം ഇങ്ങനെ വികസിപ്പിച്ച് ഒരു പ്രൊജക്റ്റായി മാറുന്നതുമെന്ന് ദർശൻ പറയുന്നു. വിമാനം പറക്കുന്ന ഉയരം, അതിന്റെ വേഗത, എഞ്ചിന്റെ അവസ്ഥ, ദിശ, അഗ്നിബാധ, പൈലറ്റിന്റെ പ്രതികരണം എന്നിവയൊക്കെ AI സിസ്റ്റം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ഏത് ഭാഗത്തു നിന്നായാലും ഒരു അടിയന്തര ഘട്ടം വരുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അനുയോജ്യമായ രീതിയിൽ അവർ പ്രവർത്തിക്കും. അപകടം നടത്തൽ ഒരു 2 സെക്കൻഡുകൾക്കുള്ളിൽ എയർ ബാഗുകൾ യഥാസ്ഥാനങ്ങളിൽ സംരക്ഷണം ഒരുക്കി തയ്യാറാകും എന്നതാണ് എഞ്ചിനീയർമാർ അവകാശപ്പെടുന്നത്. ഇടിയുടെ ആഘാതം നിറഞ്ഞ് വിമാനത്തെയും യാത്രക്കാരെയും വളരെ സുരക്ഷിതമായ ഒരു തറയിലെത്തിക്കും. കൂടുതൽ പരീക്ഷണങ്ങൾക്കായി എയ്റോസ്പേസ് ലാബുകളെ സമീപിക്കാനാണ് ഇവർ പദ്ധതിയിടുന്നത്. തദ്ദേശീയമായി ഈ സുരക്ഷ ഒരുക്കാൻ ഇന്ത്യയിൽ തന്നെ നിർമ്മാണം തുടങ്ങണമെന്നും ഇവർക്ക് ആഗ്രഹമുണ്ട്. HAL പോലുള്ള വിമാന നിർമ്മാണ കമ്പനികളുടെ സഹായം തങ്ങൾക്ക് ലഭിക്കുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ.